കേസിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദു പത്രത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഓഫർ ചെയ്തത്. രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാം, ഗീബൽസിനെ പോലെ. ടി.വി. പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന വിശദീകരണങ്ങൾ രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഡെപ്യൂട്ടി എഡിറ്റർ, ദ ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ നേരിട്ട് സമീപിക്കുകയായിരുന്നു ഇൻ്റർവ്യൂവിന് എന്നായിരുന്നു നേരത്തെ പുറത്ത് അവർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരാൾ പാർട്ടി ബന്ധുവാണ് എന്ന് വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആളെ അറിയില്ല എന്നും പറയുന്നു. എത്രത്തോളം വിശ്വാസയോഗ്യമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ താൻ ഒരു PR ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഓരോന്നായി പൊളിയുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായത്. കാരണം തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് താൻ ആരെയും ചുമതലപ്പെടുത്തിയില്ല എന്ന്, തനിക്കൊരു PR ഏജൻസിയുമായി ബന്ധമില്ല, അതിൻ്റെ ആവശ്യം തനിക്കില്ല എന്ന് മുഖ്യമന്ത്രി തുടക്കം മുതൽ തന്നെ പറയുമ്പോഴാണ് ഓരോ കാര്യങ്ങളായി പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PR ഏജൻസി അല്ല വന്നത്, പകരം ആലപ്പുഴയിലെ CPM നേതാവായ TK ദേവകുമാർ, മുൻ MLA ആണ്. TK ദേവകുമാറിൻ്റെ മകൻ എന്നെ വന്ന് കാണുന്നു, ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, നമുക്ക് കൊടുക്കാമല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ ഹിന്ദുവിൻ്റെ ഒരു റിപ്പോർട്ടറും അതുപോലെ സുബ്രഹ്മണ്യവും വരുന്നു. ഒരാൾ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നു. അങ്ങനെ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്, അതല്ലാതെ PR ഏജൻസിയുമൊന്നുമായി ഒരു ബന്ധവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് പറഞ്ഞ് വിശദീകരിച്ചതിന് ശേഷമായിരുന്നു മറ്റ് ചോദ്യങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർ കടന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ഹിന്ദു തന്നെയാണല്ലോ വിശദീകരിച്ചത്, PR ഏജൻസി എഴുതി തന്നത് നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്, അതിൽ വീഴ്ച സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഹിന്ദു തന്നെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ച സമയത്ത് എന്തായാലും താൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, തനിക്ക് PR ഏജൻസിയുമായി ബന്ധമില്ലല്ലോ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അപ്പാടെ ഉണ്ടായിരുന്നത്. പിന്നീട് തുടർച്ചയായ ചോദ്യങ്ങൾ പല ആംഗിളിലുണ്ടായിരുന്നു. അതിൽ പൊതുസമൂഹത്തിന് അറിയേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രമായ ഹിന്ദുവിൽ വന്ന ആ അഭിമുഖം എന്നുള്ളത് മലപ്പുറത്തെ ജനങ്ങളെ രണ്ടായി വേർതിരിക്കുന്നതായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവിടെ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്ന പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ല എങ്കിൽ, അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ വാർത്ത കൊടുത്ത പത്രത്തിനെതിരെ നടപടിയെടുക്കണം, ഈ പറയുന്ന സുബ്രഹ്മണ്യത്തിനെതിരെ കേസ് കൊടുക്കണം. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ആ ചോദ്യം ആവർത്തിച്ചു. ഏറ്റവും അവസാനം ചോദ്യത്തിന് മറുപടി പറയാതെ മൈക്ക് ഓഫാക്കി പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമാണ് അതിൽ പ്രശ്നം എന്നുള്ളതായിരുന്നു. ശ്രുതി, ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി പറയാത്ത കാര്യം PR ഏജൻസി അങ്ങനെ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടത്തിക്കൂടാ? കാരണം ഒരുപക്ഷെ വലിയ വിവാദങ്ങളിലേക്കോ വലിയ വർഗീയ സംഘർഷത്തിലേക്കോ ഒന്നും പോകാതിരുന്നത് കേരളത്തിൻ്റെ മതേതര മൂല്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. കാരണം ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അങ്ങനെ വന്ന ഒരു അഭിമുഖത്തിന് അതെങ്ങനെ സംഭവിച്ചു എന്ന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോഴാണ് സ്മൃതി, ഇന്ന് ഡൽഹിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ PR സുനിൽ പുറത്തു കൊണ്ടുവന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഈ കഴിഞ്ഞ മാസം 13-ാം തീയതി തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് തയ്യാറാക്കി വിതരണം ചെയ്തിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ മാസം 13-ാം തീയതി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അന്ന് കഴിഞ്ഞിരുന്നില്ല. PV അൻവറിനെതിരായ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള റിലീസ് വിതരണം ചെയ്തിരുന്നു
തുടരുന്നു എന്ന കാര്യം വളരെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ മലപ്പുറത്ത് ദേശവിരുദ്ധ ശക്തികൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാചകം ആർക്ക് വേണ്ടിയാണ് ദേശീയ ദിനപത്രങ്ങളിലും ദേശീയ ചാനലുകളിലും വരുന്നത് എന്നുള്ളിടത്താണ് ഇത് ഗൗരവമായി കാണുന്നത്. അതൊന്നാമത്തേത് ഹിന്ദുവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ADGP MR അജിത് കുമാറിനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറഞ്ഞിട്ടും ഇന്നേ വരെ മാറ്റിയില്ല. ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നിട്ടും MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുന്നു. ആ ചോദ്യം വീണ്ടും നമ്മൾ ചോദിച്ചു. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ADGP